നഗരസഭാ പരിധിക്കുള്ളിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഇലക്ഷൻ കാലത്ത് ചർച്ചാ വിഷയമാകുന്നു. 14 ഡിവിഷനുകളുള്ള ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ ഏറ്റുമാനൂർ നഗരസഭാ മന്ദിരത്തിൽ നിന്നും 400 മീറ്റർ മാത്രം അകലെയാണ്. ഏറ്റുമാനൂർ നഗരസഭാ പരിധിക്കുള്ളിൽ തന്നെ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും പ്രവർത്തിക്കുന്നത് പലപ്പോഴും ജനങ്ങളെ വലയ്ക്കാറുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും രാഷ്ട്രീയ ഭരണ നേതൃത്വം ചർച്ച ചെയ്യണമെന്നാണ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കുര്യനും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തോമസ് കോട്ടൂരും പറയുന്നത്. പഞ്ചായത്തുകൾക്ക് പ്രസക്തിയില്ല എന്നൊരു വാദം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഗ്രാമീണ ജനതയുടെ അവരുടെ ക്ഷേമ ഐശ്വര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തുകളും മുകളിൽ ഒരു പരിധിവരെ കേന്ദ്രീകൃതമായ ജില്ലാ പഞ്ചായത്ത് സംവിധാനത്തിനിടയിൽ ഈ രണ്ട് മേഖലകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിനനുസൃതമായ തോതിലുള്ള പദ്ധതി വിഹിതങ്ങൾ പലപ്പോഴും ലഭ്യമല്ലാത്തതിനാൽ ആ ലക്ഷ്യം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ സംശയമുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അത് സംയോജിക്കുമ്പോഴാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം വരുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലെ ഫണ്ടുകൾ അത് കൃത്യമായി നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് കൊടുത്താണ് അവിടെ വികസനം നടപ്പാക്കുക. സ്വന്തം നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ആശ്രയിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഗുണഭോക്താക്കളായി നിൽക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രസക്തി എന്തുമാത്രം ഉണ്ട് എന്ന് ചർച്ച ചെയ്യുമ്പം അതിനകത്ത് പറയാനുള്ളത് രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ഭരണ നേതൃത്വവും അതുമായി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ്.